Alhamdulillah. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluh arsalahu bil haqqi bashiran wa nadhira wa da'iyan ila Allah bi idhnihi wa sirajan munira. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khayral kalami kalamullah wa khayral hadiyi hadiyu Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'a wa kullu bid'atin dhalalah wa kullu dhalalatin finnar. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Allahumma rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Ayyuhal ikhwan wal akhawat, usikum wa iyaya awwalan bittaqwallah. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. In tad'uuhum la yasma'u du'aakum walau sami'u mastajabu lakum wa yawmal qiyamati yakfuruna bishirkikum wa la yunabbi'uka mithlu khabir. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിയായ രൂപത്തിൽ കാത്ത് സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾക്കും അല്ലാഹു നമുക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാലൻസിന്റെ ചെറിയ പ്രയാസമുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു പ്രയാസത്തിന്റെ സമയത്ത് നമുക്കൊരു കൈസഹായം ആവശ്യമാകുന്ന വേളയിൽ ആരോടാണ് നമ്മൾ സഹായം ചോദിക്കുക? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു കടബാധ്യത വന്നു, അത്യാവശ്യമായി ഒരൽപ്പം പണം ആവശ്യമാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ ആരോട് ആ പണം ചോദിക്കും? നമ്മേക്കാൾ ദാരിദ്ര്യമുള്ള, നമ്മേക്കാൾ സാമ്പത്തികമായി പ്രയാസവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒരാളെടുത്ത് ചെന്ന് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആ ചോദ്യം എത്രത്തോളം വലിയ
വിഡ്ഢിത്തമാണ്. ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യം നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരാളോട് ചോദിക്കുമ്പോഴാണ് ആ ചോദ്യം അർത്ഥവത്താകുന്നത്. എന്നാൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും ആളുകൾ ഈ നിലക്കുള്ള വിഡ്ഢിത്തം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഷഹാദത്ത് ചൊല്ലിയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ച് വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ചവർ ദിവസവും നിർബന്ധമായും 17 തവണയും അതിലേറെ തവണ സുന്നത്തായിക്കൊണ്ടും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവർ പലപ്പോഴും ജീവിതത്തിന്റെ പല വിഷയങ്ങളിലും അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് തേടുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ചോദ്യം എത്രത്തോളം നിഷ്ഫലവും നിരർത്ഥകവുമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ധാരാളം ഖുർആനിക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിലേതാനും ചില വചനങ്ങളിലൂടെ മാത്രം കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പടച്ച റബ്ബല്ലാതെ ആരോട് തേടിയാലും അവരൊരിക്കലും ആ തേട്ടം കേൾക്കുകയില്ല, ഉത്തരം നൽകുകയില്ല എന്നാണ്. വിശുദ്ധ ഖുർആന്റെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യമാണ് പറഞ്ഞത്. ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും, ഇൻ തദഊഹും നിങ്ങൾ അവരോട് തേടിയാൽ, പടച്ചവനല്ലാത്ത ആരോട് തേടിയാലും ലാ യസ്മഊ ദുആഅകും അവരൊരിക്കലും നിങ്ങളുടെ തേട്ടം കേൾക്കുകയില്ല. ഇനി വാദിച്ച് തർക്കിച്ച് അത് അങ്ങനെ കേൾക്കും ഇങ്ങനെ കേൾക്കും എന്നൊക്കെ നിങ്ങൾ അവകാശപ്പെട്ടാലും വലൗ സമിഊ അവരിനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ പോലും മസ്തജാബൂ ലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. പടച്ചോനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനേക്കാളും നിനക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചു തരാൻ വേറെ ഒരാളും ഇല്ലട്ടോ. അപ്പൊ സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തേടിയാൽ അവർ കേൾക്കൂല എന്നാണ്. ഏത് ഖബറിൽ കിടക്കുന്ന മനുഷ്യനാണെങ്കിലും, ഏത് ജാറത്തിലുള്ളവനാണെങ്കിലും, ഏത് വലി എന്ന് അവകാശപ്പെടുന്നവനാണെങ്കിലും, ആരാണെങ്കിലും, പടച്ചവനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരാളും നിങ്ങളുടെ തേട്ടം കേൾക്കൂല, കേട്ടാൽ തന്നെയും അവർക്ക് ഉത്തരം നൽകാൻ കഴിയൂല എന്ന്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ തീർത്തും അശ്രദ്ധയുള്ള ആളുകളാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ ആയത്തിൽ, വമൻ അളല്ലു മിമ്മൻ തദ്ഉ മിൻ ദൂനില്ലാഹി ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അളല്ലു മിമ്മൻ തദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹുക്ക് പുറമെ പ്രാർത്ഥിക്കുന്നവനേക്കാളും ഏറ്റവും വഴികേട് സംഭവിച്ച ആരാണുള്ളത്? ആരോടാ പ്രാർത്ഥിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയും ഈ തേട്ടത്തിന് ഒരു ഉത്തരവും കൊടുക്കാൻ കഴിയാത്ത ആളുകൾ. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവർ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് ആരോടാണോ ഇവർ പ്രാർത്ഥിക്കുന്നത് അവരൊക്കെയും അശ്രദ്ധയിലാണ് എന്ന്. സഹോദരങ്ങളെ, ഈ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് ലോകാവസാനം വരെ ഒരിക്കലും അവർ തേട്ടം കേൾക്കുകയില്ല, അവർ അശ്രദ്ധയിലാണ് എന്ന്. സഹോദരങ്ങളെ, നമ്മളൊരു ആവശ്യം വന്നിട്ട്, നമുക്കൊരു പ്രതിസന്ധി വന്നു, കുട്ടിയില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയാണ്, രോഗമാണ്, വീടില്ലാത്തതാണ്, ജോലി ശരിയാകാത്തത്, ഒരു ആവശ്യമാണ്.
ആ ആവശ്യം അള്ളയല്ലാത്തവരോട് തേടുമ്പോൾ ലോകാവസാനം വരെ അവർക്കൊരിക്കലും തേട്ടത്തിന് ഉത്തരം നൽകാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താൻ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ഹജ്ജിന്റെ 73-ൽ അവർക്ക് ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഊ ലഹ്. മനുഷ്യരെ, ഇതാ ഞാനൊരു ഉദാഹരണം പറയാൻ പോണം. അല്ലാഹു പറയാ, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ വലൗ ഇജ്തമഊ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ, ആരോടൊക്കെയാണോ നിങ്ങൾ തേടുന്നത്, ആരെയൊക്കെ വിളിച്ചാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, സഹായം ചോദിക്കുന്നത്, അവരൊക്കെപ്പാട് കൂടിയാൽ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ലോകത്തെ സർവരും ഒത്തുകൂടിയാലും അവർക്കൊരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയൂല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, വയസ്ലുബുഹുമുൽ ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ. ഇനി ആ ഈച്ചയെങ്ങാനും ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അത് തിരിച്ചു വാങ്ങാനും ഇവർക്ക് സാധിക്കൂല. ളഅഫത്വാലിബു വൽ മത്ലൂബ്. ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും എത്ര ദുർബലരാണ് സഹോദരങ്ങളെ. വളരെ നിസ്സാര ജീവിയായ ഒരു ഈച്ച, അല്ലെങ്കിൽ ഒരു കൊതുക്, ഒരു ഉറുമ്പ്, ഇവയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത മനുഷ്യരോട് നമ്മൾ തേടിയിട്ട് പടച്ചോനെ എനിക്കൊരു കുട്ടിയെ തരണം, എന്റെ രോഗം മാറ്റണം എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ട്? ഇനി ഈ നിസാര ജീവിയായ ഈച്ചയോ കൊതുകോ ഒക്കെ ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടായാൽ നമുക്ക് മനസ്സിലാകാനൊരു ഉദാഹരണം പറഞ്ഞാൽ, വലിയാണ്, തങ്ങളാണ്, ഷെയ്ഖാണ് എന്ന് പറയുന്ന ഒരുത്തന്റെ അടുത്ത് പോയി ഇതൊക്കെ ആവശ്യങ്ങൾ പറയുമ്പോൾ അയാളുടെ ശരീരത്തിൽ കൊതുക് കടിച്ച് ആ കൊതുക് അയാളിൽ നിന്ന് കുറച്ച് രക്തം ഊറ്റിയെടുത്ത് കൊണ്ടുപോയാൽ അതിനെ തിരിച്ചു വാങ്ങാൻ അയാൾക്ക് സാധിക്കും സഹോദരങ്ങളെ. അതിനുപോലും സാധിക്കാത്ത ദുർബലരാണ്. പടച്ച റബ്ബല്ലാത്തവരാരോടൊക്കെ നിങ്ങൾ തേടുന്നുണ്ടോ അവരൊക്കെയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താൻ. പിന്നെ അല്ലാഹു പറഞ്ഞ എന്താണെന്നറിയോ? അവരൊന്നിനെയും ഉടമപ്പെടുത്തിയിട്ടില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിന്റെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ നേരെ മേലെയുള്ള 13-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ അശ്-ശംസ വൽ ഖമർ കുല്ലു യജ്രി ലഅജലിൻ മുസമ്മാ. അല്ലാഹു രാവിനെ പകലിൽ, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നു. സൂര്യനും ചന്ദ്രനെയൊക്കെ അല്ലാഹു ആണ് നിയന്ത്രിക്കുന്നത്. അതൊക്കെ ഒരു സമയം വരെയാണ് സഞ്ചരിക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. ഇങ്ങനെ ഈ സൂര്യനെ, ചന്ദ്രനെ, ആകാശ ഭൂമികളെ, രാവിനെ പകലിനെ ഒക്കെ ഉടമപ്പെടുത്തിയ പടച്ചോനാണ് നിങ്ങളുടെ റബ്ബ്. അവനാണ് എല്ലാ ആധിപത്യവും. എന്നിട്ട് അല്ലാഹു പറഞ്ഞ എന്താ അറിയോ? വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ ഖിത്മീർ. ഈ പടച്ചോനെ വിട്ട് നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവരുടമപ്പെടുത്തിയിട്ട്. എത്ര നിസാര വസ്തുവാണ് സഹോദരങ്ങൾ. ഒരു ഉള്ളിത്തോലിനേക്കാളും ലഘുവായ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്തവരോട് വിളിച്ചു തേടുക അള്ളാനെ വിട്ട്. അതെത്രത്തോളം നിരർത്ഥകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താൻ. 5-ാമത് അല്ലാഹു പറഞ്ഞ എന്താണെന്നറിയോ? പടച്ചോനല്ലാത്തവരോട് വിളിച്ചു തേടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. പടച്ചോനെ വിട്ട്, അള്ളാഹ്ക്കാണ് യഥാർത്ഥ പ്രാർത്ഥനയും ആരാധനയും കിട്ടാനുള്ള അവകാശം. ആ അള്ളാഹനെ വിട്ട് മറ്റുള്ളവരോട് തേടിയാൽ അവരുത്തരം നൽകൂത. ഏതുപോലെ ഒരാൾക്ക് വെള്ളം ആവശ്യമാണ്, മുന്നിൽ കിണറിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെള്ളമുണ്ട്. ആ വെള്ളം അതിന്ന് എടുത്തു കുടിക്കണതിന് പകരം ഒരാൾ അതിലേക്ക് ഇങ്ങനെ കയ്യും നീട്ടി വെള്ളം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിന്നാൽ ഒരിക്കലും ആ വെള്ളം അയാളുടെ വായിലെത്തൂല. അതുപോലെ പടച്ചോനോട് തേടാതെ മറ്റുള്ളവരോട് തേടിയാൽ
ഒരിക്കലും അവർക്ക് ഉത്തരം കിട്ടുമെന്നത് വ്യാമോഹമാണ്. സഹോദരങ്ങൾ, 5 ആയത്താണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഈ 5 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവർ ആരോടൊക്കെ തേടുന്നുണ്ടോ അവർ കേൾക്കൂല, ഉത്തരം ചെയ്യൂല, ലോകാവസാനം വരെ ഉത്തരം ചെയ്യൂല. അവർ നിങ്ങളുടെ തേട്ടത്തെക്കുറിച്ച് അശ്രദ്ധയിലായിരിക്കും. അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ഈച്ച അവരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ അത് തിരിച്ചു വാങ്ങാൻ അവർക്ക് കഴിയൂല. ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പാട പോലും അവർ സ്വന്തമായി ഉടമപ്പെടുത്തുന്നില്ല. അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ഇതാണ് ഈ 5 ആയത്തിന്റെ ആശയം. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക്, ഖബറിന്റെ അടുത്തേക്ക്, വലിയന്റെ അടുത്തേക്ക്, ജാറത്തിലേക്ക് ആളുകൾ പോകുന്നത് ആരെ വിട്ടിട്ടാ? അള്ളാനെ വിട്ട്. ആ അള്ളാഹു നമ്മളോട് പറഞ്ഞതോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലേ, എന്റെ അടിമകൾ താങ്കളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ അവരോട് ഏറ്റവും അടുത്താൻ. ഇനിയോ, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. വിളിച്ച് തേടുന്ന, പ്രാർത്ഥിക്കുന്നവർ എന്നോട് തേടിയാൽ ആ തേട്ടങ്ങൾക്ക് ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നതാണ്. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ള പറയാണ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഏതേത് ആവശ്യം പറഞ്ഞ് ഏതു സമയത്ത് അവരെന്നെ വിളിച്ചു തേടിയാലും എന്നോട് ചോദിച്ചാലും എന്നോട് തേടുന്നവന്, ചോദിക്കുന്നവന് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ്. ഏറ്റവും അടുത്തുള്ള, ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിവുള്ള പടച്ചോനെ വിട്ട് ഉത്തരം തരാൻ കഴിയൂല. അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, അവർക്ക് സൃഷ്ടിക്കാൻ കഴിയൂല. ഒരു ദുർബല ജീവിയായ ഈച്ചയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ ആളുകളിലേക്ക് തേടിപ്പോകുന്ന മനുഷ്യർ, സഹോദരങ്ങളെ, അവർ എത്രത്തോളം അബദ്ധമാണ്, അപകടമാണ് ജീവിതത്തിൽ ചെയ്യുന്നത്. എത്ര നിഷ്ഫലമായ കാര്യമാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ 6 ആയത്തുകൾ ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കണം. ഇതിവിടെ ഓർമ്മപ്പെടുത്തിയത് 2 കാര്യത്തിനാണ്. ഒന്ന്, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിൽ, എന്നാലും ആ ഖബറിങ്ങ പോയി ഒന്ന് തേടിയാൽ, വല്ലാതെ കുട്ടിയുടെ രോഗവും കാര്യമൊക്കെ ഒന്നിങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോ എന്നാ അവിടെയും കൂടി ഒന്ന് പോയോക്ക എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ജാറവും തങ്ങളും ലക്ഷ്യമാക്കി പോകുന്നവരുണ്ടെങ്കിൽ, സഹോദരങ്ങൾ, നമ്മൾ ചെയ്യുന്നത് നിഷ്ഫലമായ, നിരർത്ഥകമായ, അതിലപ്പുറം നാളെ പരലോകത്ത് നരകം നിർബന്ധമാകുന്ന പണിയാണ്. രണ്ടാമത്തത്, ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ കൂട്ടത്തിൽ, കുടുംബത്തിൽ, ബന്ധങ്ങളിൽ, കൂട്ടുകാരിൽ ഇപ്പോഴും നിരർത്ഥകമായ, നിഷ്ഫലമായ, അപകടകരമായ, സ്വർഗം നഷ്ടപ്പെടുത്തുന്ന, നരകം നിർബന്ധമാക്കുന്ന ഈ ശിർക്കൻ പണികളിൽ ഏർപ്പെടുന്നവർ ഇപ്പോഴും നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും കുടുംബങ്ങളിലും കൂട്ടുകാരിലും ഉണ്ട്. സഹോദരങ്ങളെ, ഭാര്യ കുടുംബത്തിലേക്ക്, ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. അവരോടൊക്കെ നമുക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ് ഈ 6 ആയത്ത്. അവരെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ഈ വചനങ്ങൾ. ഈ 2 കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഈ 2 പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവരും വ്യാപൃതരാകുന്നവരുമാകണം. ഒന്ന്, നമ്മൾ ഇത് തിരുത്തുക. രണ്ടാമത്തത്, ഇത് തിരുത്തണമെന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ച ശ്രദ്ധേയമായൊരു പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യിയുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അയറുദ്ദഹുമാ സിഫ്ര. നിങ്ങളുടെ രക്ഷിതാവായ അനുഗ്രഹ സമ്പൂർണനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യിയുൻ കരീമുൻ, മാന്യനും ലജ്ജാശീലമുള്ളവനുമാണ്. എന്നിട്ട് അതിന്റെ ഉദാഹരണം പറയാണ്, യസ്തഹി മിൻ അബ്ദിഹി, അല്ലാഹു തന്റെ അടിമയുടെ കാര്യത്തിൽ ലജ്ജിക്കുന്ന വിഷയമാണ്. ഇദാ റഫഅ യദൈഹി ഇലൈഹി അയറുദ്ദഹുമാ സിഫ്ര. ഒരാൾ ആത്മാർത്ഥമായി നല്ല നിയ്യത്തോടുകൂടി
പടച്ചവനിലേക്ക് കൈ ഉയർത്തി ഒരു കാര്യം തേടിയിട്ട് ആ കൈകളെ ശൂന്യമായി ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ലജ്ജയുള്ള ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന്. നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു കാരുണ്യം. നല്ലൊരു കാര്യത്തിന് വേണ്ടി പടച്ചോൻ പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് കൈ ഉയർത്തി റബ്ബിനോട് തേടിയാൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ്. മാത്രമല്ല മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മൻ ലം യസ്അലില്ലാ യഗ്ളബ് അലൈഹി. ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ, പടച്ചോനോട് പറയാൻ ഒരുത്തം മടി കാണിക്കുന്നുണ്ടെങ്കിൽ, ഏതാവശ്യമാണെങ്കിലും സഹോദരങ്ങളെ, എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും, ഒരു കാര്യം നടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരണം. ഒരു വാക്ക് നമ്മൾ എഴുതണമെങ്കിൽ പേനയും പേപ്പറും കയ്യിലുണ്ടായാലും കയ്യിന് ശേഷിയില്ലെങ്കിൽ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് എന്ത് നിസ്സാരമായ കാര്യമാണെങ്കിലും അള്ളാഹിനോട് ചോദിക്കണം. ചോദിക്കാത്തവനോട് ദേഷ്യമാണെന്നും ചോദിച്ചവന് ഞാൻ കൊടുക്കുമെന്നും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ആ അള്ളാഹിനെ വിട്ട് നേരത്തെ പറഞ്ഞ ആളുകളിലേക്ക് പോകുന്ന ആ ദുർബലരിൽ, ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ ജീവിക്കുന്നവരിൽ നമ്മൾ ഉണ്ടാകരുത്. ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി ജീവിച്ച് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام على المرسلين والحمد لله رب العالمين.